വിശേഷം? എല്ലാവരും സുഖം വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാനിത് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇന്നലത്തെ മൈസൂർ പാക്കൊക്കെ ചെയ്ത് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് സിമ്പിൾ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ബേസിക് ആയിട്ടുള്ള റെസിപ്പീസ് കൊണ്ടുവരണമെന്ന്. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ്, മുട്ടത്തോരൻ. എന്റെ വീട്ടിൽ അതിനെ മുട്ട കൊത്തി പൊരിച്ചതെന്ന് അമ്മയ്ക്ക് പറയാറ്. പലരും അങ്ങനെ തന്നെ ആയിരിക്കും പറയുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മുടെ കറികളിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ 1 മിനിറ്റിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഇട്ട വീഡിയോ തന്നെ വീണ്ടും ഞാൻ ഇട്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നൊസ്റ്റാൾജിയുള്ള റെസിപ്പിയാണ്. നമ്മൾ പറയില്ലേ ജാവ സിമ്പിൾ ആണെങ്കിലും പക്ഷെ പവർഫുൾ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ എന്റെ കേസിൽ മുട്ടത്തോരൻ സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഇന്നലത്തെ മൈസൂർ പാക്ക് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കി സക്സസ് ആയതിനേക്കാൾ എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഫോട്ടോസ് കണ്ടപ്പോഴാണ്. കാരണം എനിക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിയാവണമെന്ന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. വീണ്ടും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള മുട്ടത്തോരൻ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മുട്ടത്തോരൻ ഉണ്ടാക്കിയാലോ. എൻ്റെ വീട്ടിലൊക്കെ മുട്ട കൊത്തിപ്പൊരിക്കാന്നാ പറയാ കേട്ടോ. തൃശ്ശൂർക്കാരൊക്കെ മിക്കവാറും അങ്ങനെ തന്നെയാണ് പറയണ്ടാവുക. പക്ഷേ കോമൺ ആയിട്ട് ഇതിന് മുട്ടത്തോരൻ എന്നാ പറയാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. 3 മുട്ട നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സ് അനുസരിച്ച് അതിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കൊത്തി എറിഞ്ഞിട്ടുള്ള, അതായത് വളരെ നൈസാക്കി എറിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 10 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതാണത്. നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പകുതി സവാള വളരെ നൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ചെറിയുള്ളി ഇടുമ്പോഴാണ് ടേസ്റ്റ് വളരെ കൂടുതൽ ഉണ്ടാവുക. പിന്നെ ഇടാൻ പോകുന്നത് കുറച്ച് കറിവേപ്പില വളരെ നൈസാക്കി അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ പച്ചമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ കൂടുതൽ ഇടാറുണ്ട്, കാരണം പച്ചമുളക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. പിന്നെ ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒരു 3 മുട്ടയിലോട്ട് ഒരു 5 പച്ചമുളക് ഞാൻ ഇടാറുണ്ട്. പിന്നെ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം ഒരുപാട് ഇടണ്ട, നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ. അപ്പോൾ ഇത് തോരനായതുകൊണ്ടാണ് നമ്മൾ തേങ്ങ ഇടുന്നത്. അതേസമയം ഇപ്പോൾ ബുർജി പോലെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായി അങ്ങ് യോജിക്കണം. നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ചെയ്യുന്നൊരു റെസിപ്പിയാണിത്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വളരെ ഈസിയാണ്. ചിലവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഴറ്റി ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളി അല്ലെങ്കിൽ സവാള വഴറ്റിയിട്ട് അതിനുശേഷം അതിലോട്ട് മുട്ട ഒഴിച്ച് എടുക്കാറുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇങ്ങനെ ഒരുമിച്ചാണ് ചെയ്യാറുള്ളത്. അതാണ് എനിക്ക് കുറച്ചും കൂടി ഈസിയായി തോന്നാറുള്ളത്. മാത്രമല്ല അപ്പോൾ ഈ ചെറിയുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടുകയും ചെയ്യും. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടും. ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പ് നോക്കാൻ മറക്കരുത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് എനിക്ക് കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു കടായി വെക്കുക. മീഡിയം ഫ്ലെയിമിലോട്ട് തീ ഓൺ ചെയ്യുക. ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെയാണ്, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ട കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ ചിലർ പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാറുണ്ട്. കുറച്ചും കൂടെ ഫ്ലഫിനെസ് വരും നമ്മുടെ മുട്ടയ്ക്ക്. പക്ഷേ ഞാൻ സാധാരണ രീതിയിൽ ഒഴിക്കാറില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തേങ്ങയുടെ അളവ് കൂട്ടി കൊടുത്താൽ കുറച്ചും കൂടെ അളവ് കിട്ടും. അപ്പോൾ അതൊക്കെ ചെറിയ ടിപ്പുകളാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാനിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും. കാരണം ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. പക്ഷേ ഈ ഹെൽത്ത് നോക്കുന്നവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് നന്നായിട്ടത് മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം അങ്ങ് ഉലർത്തിയെടുക്കാം. ഇനി ഇഞ്ചിയുടെ അളവൊന്നും കൂടാൻ പാടില്ല. ഇഞ്ചി 1 ടീസ്പൂൺ മേലെ കൂടാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട്
മിക്സ് ചെയ്യുക. മാത്രമല്ല ഇത് ഓവറായിട്ട് അങ്ങ് ബ്രൗൺ ആവാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ പോവും, ഒരു സോഫ്റ്റ്നെസ് പോകും. കുറച്ച് കൂടുതൽ നമ്മളിതങ്ങ് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. ഓവറായിട്ട് അങ്ങ് ബ്രൗൺ ഷെയ്ഡായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. സോഫ്റ്റ് ആയിരിക്കുന്ന സമയത്ത് എടുക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഞാനിതിൽ കറിവേപ്പില ഇടാറുള്ളൂ, ചിലവരിതിൽ മല്ലിയില ഇടാറുണ്ട്. പക്ഷേ നാടൻ റെസിപ്പിയിൽ സാധാരണ മല്ലിയില ഇടാറില്ല. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ അവസാനം മല്ലിയില തൂക്കിക്കോളൂ. പിന്നെ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസിൽ എഗ് ബുർജി എന്ന് പറയുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് നമ്മുടെ സാധാരണ ഈ മുട്ട തോരലിൽ നിന്ന്. അത് ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് കാണിച്ചു തരാം. ഈ റെസിപ്പി ഞാൻ ചെറുതായിരിക്കുമ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഒരു മണിക്കൊക്കെ ആരെങ്കിലുമൊക്കെ കയറി വരില്ലേ ഊണ് കഴിക്കുന്ന നേരത്ത്. അപ്പം അമ്മ ഉണ്ടാക്കുന്ന റെസിപ്പികളൊന്നാണ് മുട്ട കുത്തിപ്പൊരിക്കൽ. ഓംലെറ്റ് വളരെ കുറച്ച് ഉണ്ടാക്കാറില്ല അമ്മ, എപ്പോഴും അമ്മ ഇതാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ തക്കാളി വാട്ടിയത് ഇട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെയാണ് ഓടിപ്പോയിട്ട് ഗസ്റ്റ് വരുമ്പോൾ ചെയ്യുന്ന ഡിഷസ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എനിക്ക് അന്നത്തെ കാലം ഓർമ്മ വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നൊസ്റ്റാൾജിയുള്ള ഒരു ഡിഷാണ്. ആൾക്കാർക്ക് കാണുമ്പോൾ വളരെ ഈസിയാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ്. പക്ഷേ കോളേജിൽ പഠിക്കുമ്പോൾ ചോറ് കൊണ്ടുപോകുമ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ കൂടെ അമ്മ തന്നിരുന്നതാണ് മുട്ടത്തോരൻ. ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 10 മിനിറ്റ് വേണ്ടി വരും നമുക്കിതങ്ങ് ഒലർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഭവം റെഡിമണി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നേരം വഴറ്റി കഴിഞ്ഞാൽ ഈ മുട്ടയുടെ സൈഡൊക്കെ ബ്രൗൺ കളറാവും. അപ്പോൾ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഈ ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾക്ക് അതേസമയം കുറച്ചും കൂടെ മുട്ട മൂപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരിട്ട് വഴറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ 10 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് മതി, ഞാൻ ഓഫ് ചെയ്യാണ്. ഇതിപ്പോൾ ഒരു 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് എത്രയുണ്ടോ അതിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്തുക. ഓക്കെ, ഇന്നിപ്പോൾ എൻ്റെ ചോറിൻ്റെ കറിയാണ് അച്ചിങ്ങ പയറും മെഴുക്കുവരട്ടിയും മുട്ടത്തോരനും പിന്നെ ചാറുകറി ഉണ്ട്. ഞാനൊന്നും എടുക്കുന്നില്ല. ഞാൻ എരിപുളി ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് പഴം വെച്ചിട്ട് എരിപുളി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിട്ടാ പരിപ്പ് മത്തങ്ങ നമ്മുടെ തറവാടിക്കറി ഉണ്ട്. പക്ഷെ അതൊന്നും എടുക്കുന്നില്ല. ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ കോളേജിൻ്റെ ഓർമ്മയ്ക്കൊന്ന് പുതുക്കട്ടെ. അച്ചിങ്ങപ്പയർ മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ മുട്ടത്തോരനും അമ്മയുടെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ചോറ് തന്നു വിടുമ്പോൾ. അപ്പോൾ ആ ഒരു ഓർമ്മ ഒന്ന് ഞാൻ പുതുക്കട്ടെ കേട്ടോ. ഒന്ന് കഴിച്ച് നോക്കട്ടെ, കൊതി വിടരുതേ. എന്താ ഞാൻ പറയാം, ഒന്നും പറയാനില്ലല്ലോ. നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ടേസ്റ്റ് ഡിവൈൻ, വേറൊന്നും പറയാനില്ല. അപ്പോൾ പഴയ ഓർമ്മകളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കട്ടെ, ചോറുണ്ണട്ടെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ ഈ മുട്ട നമ്മുടെ പതുക്കെ വെക്കാൻ പോവാണ് ഗ്ലാസ്സിൽ. ഓക്കെ, പഴയ നമ്മൾ അതേ യൂസ് ചെയ്യാത്ത ഗ്ലാസ് ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, എന്ത് ചെയ്യണം? ടു കവർ ദ egg. Wait, where should I pour it until? കവർ ചെയ്താൽ മതി ഇവിടെ വരെ. Until there? Okay. കളയരുത്. Wait. ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത് മാത്രം. വൈറ്റ് വിനീഗർ മതി. ജസ്റ്റ് കവർ ചെയ്താൽ മാത്രമേ. Is that covering because that tiny part is? അത് മേലേക്ക് പൊന്തി വരും. Now you need to keep it for 36 hours, right? Or 48 hours. But it's not fully there. The top part is not getting in. അതിപ്പോ നമ്മൾ എത്ര വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാലും അത് മേലേക്ക് ഇങ്ങനെ പൊന്തി വന്നോണ്ടിരിക്കും. അപ്പൊ ഇത്ര മതി. അപ്പൊ നമുക്ക് ഇനി 48 hours കഴിഞ്ഞതിന് ശേഷം we will see the result. Okay? Yeah. That is after 2 days. Not 1 day. 2 days കഴിഞ്ഞതിന് ശേഷം we will see. And we can see all the vinegar on there. Yeah, bubbles, right? Okay. Yeah, and it's literally all the bubbles are on at this tiny speck. Bubbles, alla. Just tiny bubbles. Amma, so they weren't like it probably does work in 12 hours, Amma. We just. Show me. This egg is. Show me bouncing. ആയുഷ് എനിക്ക് കാണിച്ചു തന്നത്. അമ്മ we want to do a experiment എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തു. Can you see what's inside the egg? Yeah. Yeah, it's so good, right? Don't. Don't what? I'm just seeing the egg. What all are there? എനിക്കൊന്നും കാണുന്നില്ല. I can see nothing. Can't see ഈ anything. ലൈറ്റ് മാത്രം Can മേലല്ലേ. you give it now? Don't pop it. ഏത് ഭൂമി അടിപൊളിയുണ്ട് അല്ലേ. Don't pop it. Don't pop it on your pressing. And successfully done. So we got a bouncy we egg. said they were live when they when they actually were live. Make it bounce. Okay, let me bounce. Oh, that's what they did. Once more. Once more. My God.